ഒരു ഉമ്മയുടെ ജീവിത രീതിയാണ് മക്കള് പിന്തുടരുന്നത്. പല കുടുംബത്തെ പറ്റിയും മുൻകാലഘട്ടത്തിൽ പറയാറില്ലേ, ആ ഉമ്മള്ള കാലത്ത് ആ വീട്ടിൽ ചെന്നാൽ ഒരിറക്ക് വെള്ളം കിട്ടാണ്ട് ആ ഉമ്മ ഞങ്ങളെ വിടൂല. ഇന്ന് ആ വീട്ടിലേക്ക് ചെന്നാൽ ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പോലും തോന്നാത്ത സ്ഥിതിക്ക് ആ വീട്ടിലുള്ള ആളുകളുടെ പെരുമാറ്റം കുടുംബത്തിലെ പലരെയും സങ്കടപ്പെടുത്തുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചതുപോലെ അൽ ഉമ്മു അവ്വലുൽ മദ്രസ, നമ്മളുടെ മാതാക്കളായിരിക്കണം കുടുംബത്തിന്റെ ഒന്നാമത്തെ മദ്രസ. കുടുംബത്തെ സംവിധാനിക്കുന്നതിൽ, സ്വഭാവമുണ്ടാക്കുന്നതിൽ, പെരുമാറ്റം നന്നാക്കുന്നതിൽ, ഇസ്ലാമിക ചിട്ടകൾ കൊണ്ടുവരുന്നതിൽ, അള്ളാന്റെ ബർക്കത്തിറങ്ങുന്ന വീടാക്കി മാറ്റുന്നതിൽ, ഒരു ഭർത്താവിനോട് ഭാര്യ പെരുമാറുന്നത് പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിൽ അള്ളാഹുവിന്റെ ദീനിനെ കൈവിടാതെ ജീവിപ്പിക്കാൻ പരിശ്രമിപ്പിക്കുന്ന ജീവിതത്തിന്റെ മാതൃകയിൽ ഒരു മാതാവ് നെഞ്ചും വിരിച്ചു നിന്നാൽ സർവ പിന്തുണയും അള്ളാഹു നൽകുന്ന ആ വിശ്വാസമാണ് ഓരോ ഭാര്യമാരും മക്കളുടെയും ഭർത്താവിന്റെയും ഹൃദയത്തിൽ ഉണ്ടാക്കേണ്ടത്. ഒരു ഭർത്താവിന് അഭിമാനത്തോടെ ചിന്തിക്കാൻ പറ്റണം, ഞാനില്ലെങ്കിലും, എന്റെ അഭാവമുണ്ടെങ്കിലും, ഞാൻ തിരക്കിലാണെങ്കിലും എന്റെ ഭാര്യ അവളിന്റെ കുടുംബത്തെ സ്വർഗത്തിലെത്തിക്കും എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്ത ഭർത്താവിന്റെ മനസ്സിലുണ്ടാക്കാൻ ഒരു ഭാര്യക്ക് പറ്റിയ, നാളെ പടച്ചോന്റെ സ്വർഗത്തിന്റെ 8 വാതിലുമാരെ അള്ളാഹു നിങ്ങൾക്ക് തുറന്നിരും. അതിനേക്കാളും വലിയ എന്ത് സ്ഥാന ഈ ദുനിയാവും നമുക്ക് കൊണ്ടുപോകാനുള്ളത്? പടച്ച റബ്ബിന്റെ സ്വർഗ കവാടം തുറക്കപ്പെടാൻ അള്ളാഹുവിന്റെ തിരുദൂതൻ കൽപ്പിച്ചതാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും റബ്ബിന്റെ മലക്കുകളുടെയും ആദരവ് വാങ്ങി അള്ളാഹുവിന്റെ അരികിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ഉത്തമയ കുടുംബത്തിലെ നാഥയാവാൻ എന്റെ സഹോദരിമാർക്ക്, എന്റെ ഉമ്മമാർക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനെന്തു വേണം?